അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ ഉഷാമദീദ്. സ്വാഗതം ഏവർക്കും. നമ്മുടെ ചാനൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ക്യാപ്റ്റൻ ഡോക്ടർ ഹക്കീം അസ്ഹരി നയിക്കുന്ന മാനവസഞ്ചാരം യാത്ര ഇന്ന് നമ്മുടെ ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് കോട്ടക്കൽ 23/11/2024 ഇന്ന് ശനിയാഴ്ച അസറിന് ശേഷം സംഗമിക്കുന്ന ഈ സദസ്സിൽ നമുക്ക് പോയി നോക്കാൻ. ഇവിടെയാണ് സ്റ്റേജ് ഉള്ളത്. ഇതിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് പോയി നോക്കാൻ. അതോടൊപ്പം മത, ഭൗതിക, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് വ്യക്തികളൊക്കെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ സംസാരങ്ങളുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ MLA അബി അബ്ദുറഹ്മാൻ, അതുപോലെ തന്നെ സമസ്തയുടെ എല്ലാ ഏതാണ്ട് നേതാക്കളും, മുഖ്യ പ്രഭാഷകർ നമ്മുടെ ഫാറൂഖ് നഈം ഉസ്താദ് അവർകളാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴേക്കും ഇത് ചങ്കുവെട്ടി തൃശ്ശൂർ റോഡാണ്. ഇവിടെ പറമ്പിലങ്ങാടിയാണ് ഈ കാണുന്ന ഈ ബസാർ. ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റേജ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. 5 മണിയാകുമ്പോഴേക്കും നമ്മൾ 5 മണിക്ക് റാലി ഇതുവഴി കടന്നു വരും. അപ്പോൾ നമുക്ക് റാലി കടന്ന് പോയതിന് ശേഷം നമുക്ക് സ്റ്റേജിലേക്ക് കയറിയിരിക്കാം. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും എത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പോരായ്മകളൊക്കെ ക്ഷമിക്കുക, പരമാവധി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും സഹകരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിനായുള്ള അതിരുകളില്ലാതാക്കാം. വൈവിധ്യത്താഴ്ചകളുള്ള മണ്ണിനെയും പ്രകാശവും പുറത്ത് ഇത് നമ്മൾ നഷ്ടമല്ല. നമ്മൾ തന്നെ കഴിച്ചു, നമ്മൾ തന്നെ കൂട്ടും, നമ്മൾ പൂജം ജനത. മാനവികതയുടെ ഉണർത്തുപാട്ട് മാനവസഞ്ചാരത്തെ വരവേൽക്കാം. സുന്ദരവും സംഘം സംസ്ഥാന പുനർവസിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി നയിക്കുന്ന മാനവസഞ്ചാരം. സൗഹൃദ പ്രതിരോധക്കായി സ്നേഹരാജ്യം പണിയുകയാണ് തസ്വീർ. നന്മയുടെ, ചന്ദ്രത്തിന്റെ, സ്നേഹത്തിനയുടെ കൃത്യമായ സംഭാവന. ഈ മാനവസഞ്ചാരം മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കുകയാണ്. തൊഴിലുകളുടെ ആഘോഷത്തോടൊപ്പം നിങ്ങളും ചേരുക. സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി നയിക്കുന്ന മാനവസഞ്ചാരം മാനവികതയെ ഉണർത്തുകയാണ്. ഇരുട്ടുകിടക്കുന്ന കെട്ടകാലത്ത് നന്മയിലേക്കും ചൂട്ടുകളിച്ച് സമൂഹത്തിന് ദിശാബോധം നൽകുകയാണ് തസ്വീർ. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള ഈ യാത്ര മാനവസഞ്ചാരം മനുഷ്യത്വത്തെ ഉണർത്തുന്ന സൗഹൃദയാത്രക്കൊപ്പം നമ്മളും പങ്കുചേരുന്നു. കാലത്ത് നന്മകളുടെ തിരിച്ചറിയുന്ന യുവജന സംഘം ഇന്നത്തെ കാർമ്മങ്ങളെ ഒരുമ കൊണ്ട് മാറ്റി ഇന്നയുടെ വെല്ലുവിളികളെ സ്നേഹം കൊണ്ട് മറികടക്കാം. മാനവസഞ്ചാരം മാനസിക കൗശലങ്ങളിലൂടെ മാനവസഞ്ചാരം മാനവികതയെ വളർത്തുകയാണ്.
കോട്ടക്കൽ മൊത്തം വാൽക്കടലായി മാറിയിരിക്കുകയാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സുന്നി യുവജന സംഘം അണിനിരന്ന ഘോഷയാത്രയാണ് നമ്മൾ കാണുന്നത്. സയ്യിദ് ത്വാഹ തങ്ങൾ സഖാഫി അവരുകളാണ് സ്വാഗതം ചെയ്യുന്നു. ഈ ജാഥയുടെ ക്യാപ്റ്റൻ നായകൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് ഈ മാനവ സംഗമത്തെ അഭിസംബോധന ചെയ്യും, സ്വാഗതം ചെയ്യുകയാണ്. ധാരാളം വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ സൗഹൃദ നടത്തത്തിൽ സംബന്ധിച്ച ഈ മണ്ഡലത്തിലെ കൂടി MLA ആയ ബഹുമാനപ്പെട്ട ആബിദ് ഹുസൈൻ തങ്ങൾ, അതുപോലെ നമ്മുടെ സഹോദര പ്രസ്ഥാനമായ മതമായ ക്രൈസ്തവ മതത്തിൻ്റെ ഫാദർ ജോസഫ് കളത്തിൽ തുടങ്ങി AP അബ്ദുൽ വഹാബ് സാറ് തുടങ്ങിയ ധാരാളം പ്രമുഖർ, KPCCയുടെ സെക്രട്ടറി നൗഷാദ് അലി അടക്കമുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഈ മഹത്തായ സൗഹൃദ നടത്തത്തിലും ഈ മാനവ സംഗമത്തിലും സംബന്ധിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചാടിയാൽ ഊരാ നോക്കിക്കോളിയാകും, എന്നിട്ട് ചാടിക്കോളി പോകും. മലപ്പുറത്തിന്റെ പടിഞ്ഞാറ് എത്തിയിരിക്കുകയാണ്. മലപ്പുറം പടിഞ്ഞാറ് ഭാഗം തീരപ്രദേശങ്ങളാണ്. സംസ്കാരങ്ങളെയും കലകളെയും സ്വീകരിച്ച ആദ്യ പ്രദേശം ഈ നാടിന് പ്രകാശം നൽകിയിട്ടുള്ളതാണ്. മാനവ സൗഹാർദ്ദം സാധ്യമാണ്. ഈ മണ്ണിൽ അത് ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല എന്നാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ മാനവ സഞ്ചാരത്തിലുള്ള വിവിധ ജില്ലകളിൽ ജനങ്ങൾ നൽകിയ സ്വീകാര്യത്തിൽ നിന്ന് മനസ്സിലാകുന്നില്ല. സാധാരണ നാനാഭാഗത്തു നിന്നുള്ള നിരവധി സംസ്കാരങ്ങളെയും കലകളെയും മതങ്ങളെയും എല്ലാം സ്വീകരിച്ചിട്ടുള്ള നാടാണ് കേരളം. അത് ലോകത്തിൽ നിന്നും മാതൃകയായി നിലകൊള്ളും. ഇന്നത്തെ പടിഞ്ഞാറൻ മലപ്പുറത്തിന്റെ ഈ സൗഹൃദ നടത്തത്തിൽ പ്രായാധിക്യ
സൗഖ്യത്തിൽ 90 കഴിഞ്ഞ ഞങ്ങൾ കുഞ്ഞഹമ്മദ് ഹാജി നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. പൊന്നാനിയിലെ പ്രമുഖനായ സാമൂഹ്യ പ്രവർത്തകൻ MP ആയിരുന്ന, ഈ നാട്ടിൽ ഒരുപാട് സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വന്യവൈദികൻ C. ഹരിദാസ് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതുപോലെ ജനപ്രതിനിധികൾ, MLA-മാരും MP-മാരും ചേർന്നിട്ടുണ്ട്. കേരളത്തിന്റെ സ്പോർട്സ് മിനിസ്റ്റർ, വഖഫും ഹജ്ജും കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ ഇന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. കേരളം ആരോഗ്യ കേരളമാകണമെന്നാണ് SYS ആഗ്രഹിക്കുന്നത്. ആരോഗ്യ കേരളം, രോഗിയാവാത്തവർ രോഗമാകരുത്. അതിനുവേണ്ടിയാണ് ഇന്നിന്റെ രാവിലെകളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 15 കേന്ദ്രങ്ങളിൽ ഗ്രാമങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ ഒന്നിച്ചു നടന്നത്. അതൊരു മാതൃകയായി സാന്ത്വനത്തിന്റെയും സേവനത്തിന്റെയും ആരോഗ്യത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും മേഖലകളിൽ 7 പതിറ്റാണ്ടിന്റെ മഹത്തായ ചരിത്രം പറഞ്ഞ SYS മാനവ സഞ്ചാരത്തിലൂടെ മഹാജനങ്ങളെ ഒന്നിച്ചുരുത്തി സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഗീതമാണ് പാടുന്നത്. മഹനീയരായ നേതാക്കളും പൗരപ്രമുഖരും നമ്മെ അഭിമുഖീകരിക്കും. നമുക്കവരെ കേൾക്കാം, പണ്ഡിതരെ ശ്രമിക്കാം, സ്നേഹത്തോടെ നമുക്ക് പിരിഞ്ഞു പോകാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അഭിവാദ്യങ്ങൾ അർപ്പിക്കും. സ്നേഹപൂർവ്വം ക്ഷണിക്കണം. ഈ പ്രൗഢഗംഭീരമായ സദസ്സിൻ്റെ അധ്യക്ഷൻ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി, വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, ഡോക്ടർ അബ്ദുൽ നേതൃത്വത്തിലുള്ള SYS-ന്റെ മാനവ സഞ്ചാരം, മാനവ സംഗമം ഏറെ അർത്ഥവത്തായ ഒരു പരിപാടിയായിട്ട് തോന്നുകയാണ്. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒന്നായി തോന്നുകയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും കൂടുതൽ അറിയുന്നവരും മനസ്സിലാക്കുന്നവരുമാകാം എന്ന ഒരു സന്ദേശം യാത്ര നൽകുകയാണ്. ഞാനൊരു ക്രിസ്ത്യൻ പുരോഹിതനാണ്. എൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലാകുന്നല്ലോ. ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിശ്വസിക്കുന്നത് മനുഷ്യനായ ദൈവത്തിലാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചു മനുഷ്യനെ ദൈവ മഹത്വത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടി പ്രകാരം ദൈവം മനുഷ്യനായി ഞാൻ വിശ്വസിക്കുന്നവരാണ്. തീർച്ചയായിട്ടും എല്ലാ മതങ്ങളിലും ഈ ഒരു വലിയ സന്ദേശമുണ്ട്. മനുഷ്യന്റെ മഹത്വം, ആ മഹത്വം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകും. ഞാൻ കത്തോലിക്ക സഭയിലെ ഒരു വൈദികനാണ്. ഞങ്ങളുടെ തലവൻ റോമയിലെ മാർപ്പാപ്പയാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം 2020 പുറത്തിറക്കിയ ഒരു സ്ലൈഹിക ലേഖനം, 300 പേജിലുള്ള ആ ലേഖനത്തിന്റെ തുടക്കം തന്നെ, അതിന്റെ തലക്കെട്ട് തന്നെ നാം എല്ലാവരും സഹോദരർ എന്നുള്ളതാണ്. മനുഷ്യരാകുമ്പോൾ എല്ലാവരും സഹോദരരാണ്. ഈ ലേഖനത്തിൽ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് വളരെ സങ്കടകരമായ ഒരു കാര്യം, മനുഷ്യരെല്ലാവരും ഒരു കുടുംബമാണ് എന്ന ചിന്ത എപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ്. കോവിഡ് കാലം, ആ കോവിഡ് കാലത്ത് ഒരു തോണിയിൽ യാത്ര ചെയ്യുന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കിയ ഒന്നാണ്. ഒരു തോണിയിൽ എന്നപോലെ യാത്ര ചെയ്യുന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഒരാൾക്ക് മറ്റൊരാളെ കൂടാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന്. ഞാൻ നമ്മളെ പ്രധാനം പറയുകയാണ്, നാം ഒരിക്കലും ഒറ്റയ്ക്ക് രക്ഷപ്പെടുകയില്ല. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് രക്ഷപ്പെടുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യണം. അപ്പോൾ അത് തന്നെ മനസ്സിലാക്കുന്ന ഒരു അവസരമായിരുന്നു 2019 കോവിഡ് കാലഘട്ടം. അതുപോലെ തന്നെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ 2018 മഹാപ്രളയം, ആ പ്രളയത്തിലും ഇത്തരത്തിലുള്ള പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് നിൽക്കേണ്ടത്. ആ ലേഖനത്തിന്റെ ഒരു ഭാഗത്ത് വളരെ മനോഹരമായ രീതിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുകയാണ്, ഏറ്റവും വലിയ മഹാമാരിയേക്കാൾ, ഏറ്റവും കൊടിയ ഒരു രോഗത്തെക്കാൾ ഭീകരമായിരിക്കും
ഓരോരുത്തരും അവനവന് വേണ്ടിയാണ് എന്ന ചിന്ത എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അതിനാൽ ശ്രീമാനെ വാക്കുകൾ ഞാൻ പ്രസംഗിക്കുകയാണ്. ഇന്നത്തെ കാലത്തെ പറ്റി പറയുന്ന ഒരു കാര്യം, ലോകമെല്ലാം ഒരു ഗ്രാമോള ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണല്ലോ. The world has become a global village. ഒരു ചെറിയ ഗ്രാമമായി ചുരുങ്ങി. പക്ഷേ അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർപ്പാപ്പ പറയുന്ന പോലെ നാം എല്ലാവരും അയൽക്കാരാകുന്നുണ്ട്, പക്ഷെ നമ്മൾ സഹോദരന്മാരായി മാറുന്നില്ല. അപ്പം അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് ഒരുമയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. വർഗത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും മതത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും ഒക്കെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് മാനവ മക്കളിൽ എല്ലാവരും കുടുംബമാണ് എന്ന കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ നമുക്ക് നടത്താം. അപ്പോൾ അതിനുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങളോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് എല്ലാവർക്കും വിശിഷ്യ നേതൃസ്ഥാനങ്ങൾക്കും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ മനോഹരമായി പ്രതികരിച്ച ഈ പ്രോഗ്രാമിന് എല്ലാവരുടെ ആശംസകളും നേർന്നുകൊണ്ട് നേതൃത്വം കൊടുത്ത കൂടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാ വാക്കുകളും ഒരുമിച്ച് ജീവിക്കാൻ പ്രചോദനമാകുന്ന ഒന്നാണ് ഇന്ത്യയിലെ ദേശാഭിമാനികളായിട്ടുള്ള ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും മനസ്സിൽ കോട്ടക്കൽ നൽകുന്ന ഇതിൻ്റെ സ്വീകരണം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സ്നേഹത്തിനും കാരുണ്യത്തിനും മുന്നിൽ നമുക്ക് വാക്കുകളില്ല, വാക്കുകളിലൂടെ നന്ദി പറയാനും കഴിയില്ല. നാം ദുആ ചെയ്യുന്നു. മഹാനായ റഈസുൽ ഉലമയും താജുൽ മുഹദ്ദിസീൻ വഖാഅഹും എല്ലാം ആയുസ്സുള്ള ദീർഘായുസ്, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിനെ അനുഗ്രഹിക്കാൻ വന്നിട്ടുണ്ട് ബഹുമാനരായ താജുൽ മുഹദ്ദിസീൻ കോട്ടൂർ ഉസ്താദ് അവർ സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി നിർബന്ധിക്കുന്നു. ഉസ്താദിന് തീരെ എഴുന്നേറ്റ് നിന്ന് സ്റ്റേജിലേക്ക് കയറാൻ കഴിയില്ല. ആഗ്രഹത്തിൻ്റെ ശക്തിയാണ്. ഉസ്താദ് വണ്ടിയിൽ വാഹനത്തിൽ വെച്ച് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അത് കഴിഞ്ഞ് റഈസുൽ ഉലമ അധ്യക്ഷ പ്രസംഗവും നടത്തും. അൽഹംദുലില്ലാഹ്. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, സിഹത്തും ഖുവ്വത്തും നൽകട്ടെ. ശയ്യാവലംബിതനായും ദർസ് നടത്തുന്ന ആ പണ്ഡിതരുടെ മഹത്തായ സഹായ അല്ലാഹു നമ്മെ ദീർഘകാലം നൽകട്ടെ. ബഹുമാനരായ റഈസുൽ ഉലമ നമുക്ക് അധ്യക്ഷ പ്രസംഗം നടത്തി തരുന്നു.
കുറഞ്ഞ വാക്കുകളിൽ സദസ്സിനെ അഭിവാദ്യം ചെയ്യണം. മുൻ MP ശ്രീ ഹരിദാസ് സ്നേഹപൂർവ്വം ക്ഷണിക്കണം. ഇവിടെ വെടിയുണ്ടകൾ വെച്ചു. ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്നു. ഞങ്ങൾ രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തു. അദ്ദേഹം പൊന്നാനിയിൽ വന്നു. സകല തലത്തും വന്നു തെരഞ്ഞെടുപ്പിന് വേണ്ടി. അദ്ദേഹം 2 ദിവസം കഴിഞ്ഞപ്പോൾ മദ്രാസിൽ പ്രസംഗിക്കുമ്പോൾ ഗിഫ്റ്റുണ്ട്, ഗിഫ്റ്റ്. ഞാൻ പറഞ്ഞു വേഗം വരണതാണെങ്കിൽ സ്കൂളിൽ പോകണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇരിക്കുന്ന മുറിയിലേക്ക് ഒരു പെൺകുട്ടിയും 2 പുരുഷന്മാരും കയറുന്നുണ്ട്. ഗിഫ്റ്റുമുണ്ട്, ഗിഫ്റ്റ്. ഞാൻ എഴുന്നേറ്റ് നിന്നു. ഗിഫ്റ്റ് ഇങ്ങനെ പൊന്തിച്ചു. ഗിഫ്റ്റ് ഇങ്ങനെ പൊന്തിച്ചപ്പോൾ ഗിഫ്റ്റിൻ്റെ മുകളിൽ എന്തുണ്ട്? ഈ അശോകസ്തംഭം. ഈ അശോകസ്തംഭം MP ആവുമ്പോൾ അശോകസ്തംഭം. അപ്പം എനിക്ക് മനസ്സിലായില്ല. അവിടുന്ന് ഞാൻ ചോദിച്ചാൽ